Dear students, third semester BCom inde Basic Numerical Methods എന്ന പേപ്പറിൻ്റെ 17ാമത്തെ വീഡിയോ. Find the first four central moments for the values given below 7, 8, 10, 12, 18. Find the coefficient of skewness and measure of kurtosis. Find the coefficient of skewness and measure of kurtosis. Coefficient of skewness എന്താണ്? Coefficient of skewness equal to mu3 by root of mu2 cube. Measure of kurtosis mu4 by mu2 square. അപ്പോൾ mu2, mu3, mu4 ഇത് മൂന്നും കണ്ടെത്തണം. അതിനാദ്യം എക്സ് ബാർ കണ്ടെത്തുക. എക്സ് ബാർ 7 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 12 പ്ലസ് 18 divided by 5. Sum of the values by number of values 55 by 5 11. ഇനി ആ ടേബിൾ ഉണ്ടാക്കണം. എക്സ് 7 8 10 12 18 ടോട്ടൽ 55. x minus x bar, x minus x bar, 7 minus 11 minus 4, 8 minus 11 minus 3, 10 minus 11 minus 1, 12 minus 11 1, 18 minus 11 7. അങ്ങനെ ഓരോ എക്സും എക്സ് ബാർ, എക്സിൽ നിന്ന് എക്സ് ബാർ കുറച്ചത് താഴെ താഴെ എഴുതി. ടോട്ടൽ ചെയ്തപ്പോൾ 0. അടുത്ത എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. മൈനസ് 4ൻ്റെ സ്ക്വയർ 16, മൈനസ് 3 സ്ക്വയർ 9, മൈനസ് 1 സ്ക്വയർ 1, 1 സ്ക്വയർ 1, 7 സ്ക്വയർ 49, ടോട്ടൽ 76. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ്. എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ് കാണാൻ ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് മൈനസ് എക്സ് ബാറും എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 4 ഇൻറ്റു 16 minus 64, minus 3 into 9, minus 27, minus 1 into 1, minus 1, 1 into 1, 1, 7 into 49, 343. സം ചെയ്യണം. എങ്ങനെയാണ്? 343 പ്ലസ് 1 344. അതിന് 1 മൈനസ് ചെയ്യുക, 27 മൈനസ് ചെയ്യുക, 64 മൈനസ് ചെയ്യുക. 343 പ്ലസ് 1 minus 1 minus 27 minus 64. സിംപ്ലിഫൈ ചെയ്താൽ 252. അടുത്ത എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 4. എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 4 രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ക്യൂബ്. ഈ സെക്കൻഡ് കോളവും ഫോർത്ത് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയറിൻ്റെ സ്ക്വയർ, തേർഡ് കോളത്തിൻ്റെ സ്ക്വയർ ചെയ്താലും മതി. 16 സ്ക്വയർ 256, 9 സ്ക്വയർ 81, 1 സ്ക്വയർ 1, 1 സ്ക്വയർ 1, 49 സ്ക്വയർ 2401. അതല്ലെങ്കിൽ സെക്കൻഡ് കോളവും ഫോർത്ത് കോളവും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? മൈനസ് 4 ഇൻറ്റു മൈനസ് 64, മൈനസ് 3 ഇൻറ്റു മൈനസ് 27, മൈനസ് 1 ഇൻറ്റു മൈനസ് 1, 1 ഇൻറ്റു 1, 7 ഇൻറ്റു 343. ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. ടോട്ടൽ 2740. ഇത് കണ്ട എന്തിനാണ്? mu2 കാണണം. mu2 എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. mu3 സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ് ബൈ എൻ. mu4 സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4 ബൈ എൻ. ഇപ്പോൾ mu2 എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ അവിടെ 76 ഡിവൈഡഡ് ബൈ 1 2 3 4 5 വാല്യൂസ് ആണ്. 76 ബൈ 5 ആണ് mu2. mu3 252 by 5, mu4 2740 by 5. mu1 equal to sigma x minus x bar by n equal to 0 by 5 equal to 0. mu2 sigma x minus x bar whole square by n equal to 76 by 5 equal to 15.2. നേരത്തെ എഴുതിയ ടേബിളിൽ നിന്നാണ്. അതുപോലെ mu3 സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ് ബൈ എൻ ഈക്വൽ ടു 252 by 5 equal to 50.4.
mu 4 sigma x minus x bar whole raised to 4 divided by n equal to 2740 by 5 equal to 548. Mu 1 0, mu 2 15.2, mu 3 50.4, mu 4 542. Coefficient of skewness mu 3 by root of mu 2 cube, mu 3 50.4 divided by mu 2 15.2 cube equal to 50.4 by 3511.808 equal to 50.4 by 59.26 equal to 0.83. Measure of kurtosis mu 4 by mu 2 square, 548 by 15.2 square equal to 548 by 231.04, 2.37. Coefficient of skewness കിട്ടി, measure of kurtosis കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എക്സ് എന്നുള്ള കോളം എഴുതി, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ്, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4. അതിനുശേഷം ഓരോന്നിൻ്റെ ടോട്ടൽ കാണുക, mu 1, mu 2, mu 3, mu 4 ഫോർമുല എഴുതുക, സിംപ്ലിഫൈ ചെയ്യുക. Find the 4 moments of the following frequency distribution. Also find coefficient of skewness and measure of kurtosis and interpret. Class 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10. Frequency 2, 3, 3, 1, 1. ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, കണ്ടിന്യൂസ് സീരീസാണ്. മൊമെൻറ്റ്സ് ഉപയോഗിച്ച് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും മെഷർ ഓഫ് കർട്ടോസിസും കാണണം. കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് വെച്ചാൽ mu 3 by root mu 2 cube. കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് mu 3 by root of mu 2 cube. അപ്പോൾ mu 2ഉം mu 3യും കാണണം. മെഷർ ഓഫ് കർട്ടോസിസ് mu 4 by mu 2 square. അപ്പോൾ mu 4ഉം കണ്ടെത്തണം. അപ്പോൾ mu 2, mu 3, mu 4 ആവശ്യമുണ്ട്. mu 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ. mu 3 സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ എൻ. mu 4 സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4 ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ എക്സ് ബാർ എന്തായാലും കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തെ കോളം ക്ലാസ് എഴുതുക, മിഡ് വാല്യൂ എഴുതണം, ഫ്രീക്വൻസി എഫ് എഴുതുക, എഫ് എക്സ് എഴുതുക. അത്രയും കിട്ടിയ സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ച് എക്സ് ബാർ കണ്ടെത്താം. എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കോളം എക്സ് ഇൻറ്റു എക്സ് ബാർ, എക്സ് മൈനസ് എക്സ് ബാർ വേണം. എക്സ് ബാർ കണ്ടെത്തിയാൽ എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ള കോളം എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ്, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4. അത്രയും കോളങ്ങൾ ഉണ്ടാക്കണം. ക്ലാസ് 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10. മിഡ് വാല്യൂ എക്സ് കണ്ടെത്തണം. ഓരോ ക്ലാസ്സിലും അതിൻ്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യം 0 + 2/2 ഈക്വൽ ടു 2/2, ദാറ്റ് ഈസ് 1. 2 + 4/2 6/2 3, 4 + 6/2 10/2 5, 6 + 8/2 14/2 7, 8 + 10/2 9, 18/2 9. So 1 3 5 7 9. Then F നമുക്ക് തന്നിട്ടുണ്ട് 2 3 3 1 1. അത് താഴെ എഴുതി 2 3 3 1 1 ടോട്ടൽ 10. Then Fx 1 × 2 2, 3 × 3 9, 5 × 3 15, 7 × 1 7, 9 × 1 9, ടോട്ടൽ ചെയ്തപ്പോൾ 42. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ, അതിനുവേണ്ടി നമുക്ക് എക്സ് ബാർ കണ്ടെത്തണം. എക്സ് ബാർ എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ എൻ. സിഗ്മ എഫ് എക്സ് 42 ആണ്, എഫ് എക്സുകളുടെ ടോട്ടൽ. എൻ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സം ഓഫ് ഫ്രീക്വൻസി 10. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 10 4.2. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് വെച്ചാൽ 1 - 4.2 -3.2, 3 - 4.2 -1.2,
5 minus 4.2, 0.8. 7 minus 4.2, 2.8. 9 minus 4.2, 4.8. X minus x bar I. Then f into x minus x bar. 2 into minus 3.2, minus 6.4. 3 into minus 1.2, minus 3.6. 3 into 0.8, 2.4. 1 into 2.8, 2.8. 1 into 4.8, 4.8. F into x minus x bar total 0. അടുത്ത f into x minus x bar whole square. f into x minus x ബാറും x minus x ബാറും തമ്മിൽ ഗുണിച്ചാൽ മതി. ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. minus 3.2 into minus 6.4, 20.48. minus 1.2 into minus 3.6, 4.32. 0.8 into 2.4, 1.92. 2.8 into 2.8, 7.84. 4.8 into 4.8, 23.04. Total is 57.6. Next, f into x minus x bar raised to 3. x minus x bar മാത്രമേ raised to 3 ഉള്ളൂ. f into x minus x bar raised to 3 ലഭിക്കാൻ f into x minus x bar whole squareഉം x minus x bar തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ കോളങ്ങൾ, ഈ രണ്ട് കോളങ്ങൾ, x minus x bar എന്നുള്ള കോളം f into x minus x bar whole square എന്നുള്ള കോളം മൾട്ടിപ്ലൈ ചെയ്താൽ f into x minus x bar raised to 3 കിട്ടും. ആദ്യം minus 3.2 into 20.48 equal to minus 65.536. minus 1.2 into 4.32 minus 5.184. 0.8 into 1.92, 1.536. 2.8 into 7.84, 21.952. 4.8 into 23.04, 110.592. Total 63.36. Then f into x minus x bar raised to 4 ആണ്. f into x minus x bar whole cube x minus x bar തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. minus 3.2 into minus 65.536. 209.7152. minus 1.2 into minus 5.184, 6.2208. 0.8 into 1.536, 1.2288. 2.8 into 21.952, 61.4656. 4.8 into 110.592, 530.8416. Total 809.472. values കിട്ടി. ഇനി mu1 എന്ന് വെച്ചാൽ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ 10 ആണ്. 0/10 0. mu2 എന്ന് വെച്ചാൽ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ ടോട്ടൽ 57.6 ഡിവൈഡഡ് ബൈ 10, 5.76. mu3 സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ റേസ് ടു 3, f into x minus x bar whole raised to 3 total divided by capital N. 63.36 divided by 10, 6.336. mu4 sigma f into x minus x bar whole raised to 4, f into x minus x bar whole raised to 4 in the sum 809.472 divided by 10, 80.9472. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ mu1 mu2 mu3 mu4 കണ്ടു. അതിനുശേഷം കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് mu3 by root mu2 cube. Measure of kurtosis mu4 by mu2 square. X bar sigma f x by n 42/10 4.2, mu1 0, mu2 57.6 by 10 5.76, mu3 63.36 by 10 6.336 6.34, mu4 mu1 mu2 mu3 mu4 ലഭിച്ചു. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് mu3 by root of mu2 cube 6.34 by root of 5.76 raised to 3, 6.34 by root of 191.102976,
equal to 6.34 by 13.824 equal to 0.46. Coefficient of skewness 0.46. Measure of kurtosis. Measure of kurtosis in a beta 2 എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബീറ്റ മെഷർ ഓഫ് കട്ടോസിസ് തന്നെ പറയാം. മെഷർ ഓഫ് കട്ടോസിസ് ഈക്വൽ ടു μ4 by μ2 സ്ക്വയർ. μ4 നമുക്ക് 80.95 by μ2 5.76 അതിൻ്റെ സ്ക്വയർ. 80.95 by 33.1776 ഈക്വൽ ടു 2.44. ഇനി മെഷർ ഓഫ് കട്ടോസിസിൻ്റെ വാല്യൂ, അതായത് ബീറ്റ 2ൻ്റെ വാല്യൂ മോർ ദാൻ 3 ആണെങ്കിൽ അത് ലെപ്റ്റോകർട്ടിക്, ഈക്വൽ ടു 3 ആണെങ്കിൽ മെസോകർട്ടിക് അല്ലെങ്കിൽ നോർമൽ കർവ്, ലെസ് ദാൻ 3 ആണെങ്കിൽ പ്ലാറ്റികർട്ടിക് എന്നാണ്. ഇവിടെ മെഷർ ഓഫ് കർട്ടോസിസ് 2.44 ആണ്. ഈ വാല്യൂ 3യേക്കാൾ താഴെയാണ്, അതുകൊണ്ട് കർവ് പ്ലാറ്റികർട്ടിക് ആണ്. ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ 3. ദെർഫോർ ദ കർവ് ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പ്ലാറ്റികർട്ടിക്. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കർട്ടോസിസിനെ സംബന്ധിച്ച്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഫൈൻഡ് ദ മെഷർ ഓഫ് കർട്ടോസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് മെഷർ ഓഫ് കർട്ടോസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ്. ക്ലാസ് 20 to 40, 40 to 60, 60 to 80, 80 to 100. ഫ്രീക്വൻസി 2431. നേരത്തെ പോലെ തന്നെ ക്ലാസ് എഴുതി, മിഡ് വാല്യൂ എഴുതി. 20 plus 40 divided by 2, 60 by 2, 30. 40 plus 60 by 2, 100 by 2, 50. 60 plus 80 by 2, 140 by 2, 70. 80 plus 100 by 2, 180 by 2, 90. അങ്ങനെ മിഡ് വാല്യൂ എക്സ് 30, 50, 70, 90. ദെൻ എഫ്, ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 2431, ടോട്ടൽ 10. എഫ് എക്സ് കണ്ടു, 30 into 2, 60, 50 into 4, 200, 70 into 3, 210, 90 into 1, 90, ടോട്ടൽ 560. ഇനി അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കണ്ടെത്തണം. അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എന്ന് വെച്ചാൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ, 560 by 10, ദാറ്റ് ഈസ് 56. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ 56 ആണ്. ഇനി അടുത്ത കോളം എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ്. എക്സ് മൈനസ് എക്സ് ബാർ 30 minus 56 minus 26, 50 minus 56 minus 6, 70 minus 56 14, 90 minus 56 34. അരിത്തമെറ്റിക് മീൻ 56 ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെ എക്സ് മൈനസ് എക്സ് ബാർ എഴുതി. പിന്നെ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ 2 ഇൻറ്റു മൈനസ് 26 മൈനസ് 52, 4 ഇൻറ്റു മൈനസ് 6 മൈനസ് 24, 3 ഇൻറ്റു 14 42, 1 into 34, 34, ടോട്ടൽ 0. അടുത്ത എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ, എഫിന് സ്ക്വയർ ഇല്ല. എക്സ് മൈനസ് എക്സ് ബാറിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. അതുകൊണ്ട് എക്സ് മൈനസ് എക്സ് ബാറും എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറും ആ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് 26 ഇൻറ്റു മൈനസ് 52, 1352. മൈനസ് 6 ഇൻറ്റു മൈനസ് 24, 144. 14 ഇൻറ്റു 42, 588. 34 into 34, 1156, total 3240. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബ്, ആ കോളം കിട്ടാൻ എക്സ് മൈനസ് എക്സ് ബാർ എന്ന കോളവും എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 26 ഇൻറ്റു 1352 ഈക്വൽ ടു മൈനസ് 35152. മൈനസ് 6 ഇൻറ്റു 144 മൈനസ് 864. 14 ഇൻറ്റു 588 8232. 34 into 1156, 39304. Then f into x minus x bar whole raised to 4. അതിന് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ ക്യൂബും എക്സ് മൈനസ് എക്സ് ബാറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 26 ഇൻറ്റു മൈനസ് 35152, 913952. മൈനസ് 6 ഇൻറ്റു മൈനസ് 864, 5184. 14 into 8232, 115248. 34 into 39304, 1336336. Total 2370720. അങ്ങനെ എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടതാണ് μ2 കാണണം. μ2 എന്താണ്? സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. 3240 ഡിവൈഡഡ് ബൈ 10. എന്ന് വെച്ചാൽ 10 ആണ് ഇവിടെ.
അപ്പോൾ 324 mu2 324 mu3 sigma f into x minus x bar whole cube by n ആണ് 11520 divided by 10 അപ്പോൾ 1152 mu3 1152 mu2 324 mu1 0 ആണ് ഇനി mu4 sigma f into x minus x bar whole raised to 4 by n but 2370720 by 10 that is 237072 x bar 56 കിട്ടി mu1 0 mu2 324 mu3 1152 mu4 237072 ഇനി coefficient of skewness mu3 by root of mu2 cube 1152 by root 324 raised to 3 1152 by 340122224 1152 by 5832 equal to 0.198 പോസിറ്റീവാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമുക്ക് കിട്ടിയത് പോസിറ്റീവാണ്. അപ്പോൾ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഇനി മെഷർ ഓഫ് കർട്ടോസിസ് നോക്കാം. mu4 by mu2 സ്ക്വയർ 237072 by 324 സ്ക്വയർ നമുക്ക് കിട്ടിയത് 2.258 എന്നാണ്. 2.258. This value is less than 3. Therefore, the curve of this distribution is platykartic. കാരണം ലെസ് ദാൻ 3 ആയതുകൊണ്ട് പ്ലാറ്റിക്കർട്ടിക്. മോർ ദാൻ 3 ആണെങ്കിൽ ലെപ്റ്റോകർട്ടിക് ആവുമായിരുന്നു. ഇതും ലെസ് ദാൻ 3 ആണ്, അതുകൊണ്ട് കർവ് പ്ലാറ്റിക്കർട്ടിക് ആണ്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പോസിറ്റീവ് ആയതുകൊണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്.